ഹലോ ഗായ്സ്, ഞങ്ങൾ പോയി ഒരു പുതിയ വണ്ടി എടുത്തിട്ട് വരാം. ഡിസാസ്റ്റർ വരുന്നുണ്ട്. വണ്ടി എടുക്കാൻ പോവാണേ. അതെ, ഇത് ഞങ്ങൾ പുതിയ കാർ എടുക്കാൻ പോകുന്നൊരു വ്ളോഗാണ്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ടായി. ഒരു 9 മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തിരൂരെത്തണം. കാറ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് കൊണ്ടോട്ടിയതാണ്. പക്ഷേ എന്താ പറയുക, ഫസ്റ്റ് ഞങ്ങൾ എടുക്കുന്നത് തിരൂർ വെച്ചിട്ടാണ്. അപ്പോൾ തിരൂരെത്തണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ റെഡിയായി. ഉമ്മച്ചിൻ്റെ പ്ലാനാണ് നമുക്ക് 4 പേർക്കും കൂടെ ബ്ലാക്ക് ഡ്രസ്സ് ഇടാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഉള്ളൊരു ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് ഈ ഡ്രസ്സ്. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങി. ഫുൾ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ അതേ എല്ലാവരും കൂടെ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ അവിടുന്ന് കാർ എടുക്കും. അപ്പോൾ ഞങ്ങൾ തിരൂർ വരെ ഒരാളാക്കി തരണമല്ലോ, എന്നിട്ട് ഞങ്ങൾ പുതിയ കാറിൽ വരാമെന്നുള്ള രീതിയിൽ. അപ്പോൾ കുട്ടിമോനാണ് ഞങ്ങൾ ആക്കി തന്നിട്ടുണ്ടായിരുന്നത്. എമ്മച്ചി, ഇപ്പച്ചി, ഞാൻ, ഹാദി, കുട്ടിമോനും, പിന്നെ ഹയാനും ഉണ്ടായിരുന്നു. ഹയാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിനാണ്. ചിലപ്പോൾ നിങ്ങൾ കാണാത്തൊരു മുഖം ഈ ഒരു വ്ളോഗിൽ കാണും. എൻ്റെ അപ്പാപ്പാൻ്റെ മോനാണ് ഹയാൻ. ഓനും ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തിരൂർക്ക് ഞങ്ങൾ വീടിന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്, തിരൂർ ഭാഗത്തേക്ക്. അപ്പം തിരൂരാണ്. കൊണ്ടോട്ട് നെക്സൻ്റെ ഷോറൂമില്ല. അപ്പോൾ തിരൂരാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നുള്ളത് തിരൂർ, കാലിക്കറ്റ്, അങ്ങനെ എവിടെയൊക്കെയാണ്. നമ്മൾ തിരൂരാണ് ചൂസ് ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കരുത്, അതെനിക്കറിയില്ല. അങ്ങനെ എനിക്കും ഹാദിക്കൊക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം പുതിയൊരു കാറ് മേടിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇത് മെയിനായിട്ട് ഉമ്മച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ കാറ് മേടിക്കുന്നത്. ഉമ്മച്ചിക്ക് ഓൾറെഡി കുറച്ച് മുന്നേ ഒരു കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തോ കുറച്ച് ഇഷ്യൂസ് ആയിട്ട് അത് മാറ്റിയിട്ട് നമ്മളിനി പുതിയ കാർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ പോയിട്ടിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ എത്തി. നമ്മൾ ആത്മാർത്ഥത കൂടി പോയിട്ട് നമ്മൾ ഇച്ചിരി നേരത്തെ എത്തിയിട്ടുണ്ടായി. നമ്മളെ കൊണ്ടോട്ടി എന്നുള്ള നമ്മുടെ ആൾക്കാർ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ഓരോ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മേക്കപ്പിനെ ഞാൻ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എനിക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ കോഫി തന്നിട്ടുണ്ടായിരുന്നു അവർ അവിടുന്ന്. കോഫി നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ കോഫി, ചായ ഒന്നും അധികം കുടിക്കലില്ല. കോഫി പ്രത്യേകിച്ച് ഞാൻ ഇപ്പം അധികം ഒഴിവാക്കി. മൈഗ്രൈൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കോഫി, ചായ അതൊക്കെയാണ് എന്നോട് ഡോക്ടർ മെയിനായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കി അതിന് സ്മെല്ലടിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഞാൻ കുടിച്ചില്ല. അമ്മച്ചി കൊടുത്തു. അങ്ങനെ ഞങ്ങളെ കാർ എത്തി. ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ കാറ് ഞങ്ങൾ ബലേനോയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ബ്ലാക്ക് കാണൽ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തപ്പോഴും ബ്ലാക്ക് മാത്രം സ്റ്റോക്കില്ല, ബാക്കിയൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പണ്ട് ബ്ലാക്കിന് വേണ്ടി ഞങ്ങളൊരു 1 വീക്ക് വെയിറ്റ് ചെയ്ത് ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അയ്യോ ബ്ലാക്ക് രസം ഉണ്ടാവില്ലേ എന്ന്. പക്ഷേ കണ്ടപ്പോൾ വി വർ വെരി ഹാപ്പി. കാരണം ബ്ലാക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഇതാണ് നെക്സൻ്റെ ഷോറൂം. ഇവിടെ വെച്ചിട്ടായിരുന്നു നമുക്ക് ഡെലിവറി. ഇനി ഡെലിവറിൻ്റെ വീഡിയോ ഞാനൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. വോയിസ് ഓവർ ഒന്നും ഇല്ലാണ്ട് കാണിച്ചു തരാം. അങ്ങനെ മാഷാ അല്ലാ കാറൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളൊരു കസിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടോ, ജസ്റ്റ് തിരൂർ തന്നെ ഉള്ള. അങ്ങനെ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു കവർ കിട്ടിയല്ലോ. അപ്പോൾ അതിൽ ഈ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ വേറെ കാർ കയറിയപ്പോൾ ഇതിൻ്റെ ആദ്യം ഇത് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ പാട്ടൊക്കെ ഇട്ടിട്ട് ഞാനും ആദ്യം ഇങ്ങനെ സ്പീക്കറൊക്കെ ടെസ്റ്റ് ചെയ്യായിരുന്നു വണ്ടീൻ്റെ. അങ്ങനെ ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ്. ഞങ്ങൾക്ക് ഇനി വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം ഇത്രയുള്ളൊരു വ്ളോഗ്. സംഭവം ചെറിയ വ്ളോഗായിരിക്കും, പക്ഷെ ഞാൻ ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാം, ഒരു വ്ളോഗാക്കി ഇടാം എന്നുള്ള രീതിയിൽ മാത്രം പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവം കൂടിയാണിത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളെ വീട്ടിലെ പുതിയൊരു എന്താ പറയുക മെമ്പറാണ് ഞങ്ങളെ കൂട്ടത്തിലെ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്.